എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 12-ാം ദിവസം. ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയായ നമ. ശ്രീ ശങ്കരാചാര്യ വിരചിത ഹനുമത് പഞ്ചരത്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ദൂരീകൃത സീതാർത്തി പ്രകടീകൃത രാമ വൈഭവസ്ഫൂർത്തി ദാരിത ദശമുഖ കീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. ഒന്നുകൂടെ പറയാം. ദൂരീകൃത സീതാർത്തി പ്രകടീകൃത രാമ വൈഭവസ്ഫൂർത്തി ദാരിത ദശമുഖ കീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. സീതാദേവിയുടെ ഹൃദയവ്യഥ അകറ്റിയവനും ശ്രീരാമചന്ദ്രൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതിരൂപമായി വിളങ്ങിയവനും ദശകണ്ഠനായ രാവണ രാക്ഷസൻ്റെ കീർത്തിയെ നശിപ്പിച്ചവനുമായ ശ്രീ ഹനുമാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായാലും. ഇവിടെ സീതാദേവിയുടെ ഹൃദയവ്യഥ അകറ്റിയവനും സീതാദേവിയുടെ ദുഃഖത്തെ അകറ്റിയവനും ശ്രീരാമചന്ദ്രൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതിരൂപമായി വിളങ്ങിയവനും ശ്രീരാമൻ്റെ സർവ്വ ഐശ്വര്യത്തിനും പ്രതിരൂപമായി വിളങ്ങിയവനാണ് ഹനുമാൻ. ദശകണ്ഠനായ രാവണ രാക്ഷസൻ്റെ കീർത്തിയെ നശിപ്പിച്ചവൻ. അപ്പം ലങ്കയിലെ രാജാവായ അസുര രാജാവായ ദശകണ്ഠനായ രാവണൻ്റെ 10 തലയുള്ള രാവണ രാക്ഷസൻ്റെ കീർത്തിയെ പ്രശസ്തിയെ നശിപ്പിച്ചവനുമായ ശ്രീ ഹനുമാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായാലും. സീതാദേവിയുടെ ദുഃഖത്തെ ഇല്ലാതാക്കിയവനും ശ്രീരാമചന്ദ്രൻ്റെ ഐശ്വര്യ സ്വരൂപനായി വിളങ്ങിയവനും രാവണൻ്റെ കീർത്തിയെ ഇല്ലാതാക്കിയവനുമായ ഹനുമാൻ സ്വാമി എനിക്ക് ദർശനം തന്നാലും. അടുത്തത് വാനര നികരാധ്യക്ഷം ദാനവ കുല കുമുദ രവികര സദൃശം ദീനജനാവന ദീക്ഷം പവനതപ പാഹ പുഞ്ചമദ്രാക്ഷം. വാനര നികരാധ്യക്ഷം ദാനവകുല കുമുദരവികര സദൃശം ദീനജനാവന ദീക്ഷം പവനതപ പാക പുഞ്ചമദ്രാക്ഷം. വാനരസേനാനായകനും രാക്ഷസകുലമാകുന്ന ആമ്പൽ പൊയ്യയ്ക്ക് സൂര്യകിരണ സദൃശനും ജനരക്ഷയിൽ ബദ്ധശ്രദ്ധനും വായുദേവൻ്റെ പരിണത ഫലവുമായ ആഞ്ജനേയനെ ഞാൻ ദർശിച്ചു. വാനരസേനാമുഖ്യനും ദാനവകുലമാകുന്ന ആമ്പൽപ്പൊയ്യയ്ക്ക് സൂര്യകിരണത്തെ പോലെയായവനും ജനങ്ങളെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധാലുവായവനും വായുദേവൻ്റെ പ്രാർത്ഥനാഫലവുമായ ആഞ്ജനേയനെ ഞാൻ ദർശിക്കുന്നു. അപ്പം ഇങ്ങനെ എന്താണ് പറഞ്ഞത്? ഞാൻ വാനരസേനാനായകനായ ഹനുമാനെ, രാക്ഷസകുലമാകുന്ന ആമ്പൽപ്പൊയ്യയ്ക്ക് സൂര്യകിരണ സദൃശ്യനായ ഹനുമാനെ, ജനരക്ഷയിൽ ബദ്ധശ്രദ്ധനായ ഹനുമാനെ, വായുദേവൻ്റെ പ്രാർത്ഥനയുടെ പരിണത ഫലവുമായ ആഞ്ജനേയനെ ഞാൻ കണ്ടു. അടുത്തത് 6-ാമത്തെയാണ്. ഏതത് പവനസുതസ്യ സ്തോത്രം യ പഠതി പഞ്ചരത്നാഖ്യം ചിരമിഹ നിഖിലാൻ ഭോഗാൻ മുക്ത്വാ ശ്രീരാമ ഭക്തിഭാഗ്ഭവതി. ഏതത് പവനസുതസ്യ സ്തോത്രം യ പഠതി പഞ്ചരത്നാഖ്യം ചിരമിഹ നിഖിലാൻ ഭോഗാൻ മുക്ത്വാ ശ്രീരാമഭക്തി ഭാഗ്ഭവതി. പവനസൂനുവായ ഹനുമാന്റെ പവിത്രമായ ഈ പഞ്ചരത്ന സ്തോത്രം ഭക്തിയോടെ സ്തുതിക്കുന്നവർ ദീർഘകാലം സമസ്ത സുഖ സൗഭാഗ്യങ്ങളോടും കൂടി വാഴുന്നതിന് ശ്രീരാമൻ കൃപാകടാക്ഷം നൽകി അനുഗ്രഹിക്കുന്നതാണ്. അപ്പം ഹനുമാന്റെ പവിത്രമായ ഈ പഞ്ചരത്ന സ്തോത്രം ഭക്തിയോടെ സ്തുതിക്കുന്നവർ ദീർഘകാലം സമസ്ത സുഖ സൗഭാഗ്യങ്ങളോടും കൂടി വാഴുന്നതിന് ശ്രീരാമൻ കൃപാകടാക്ഷം നൽകി അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഹനുമാൻ ചാലിസ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ഈ പഞ്ചരത്ന സ്തോത്രവും കൂടെ ചൊല്ലേണ്ടതാണ്. ഈ ഹനുമാൻ ചാലിസ എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകമാണ്. അത് വാങ്ങിച്ച് നിത്യവും എല്ലാവരും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഏറ്റവും അത്യന്തം ശ്രേഷ്ഠമാണ്, അത്യന്തം ഭാഗ്യദായകമാണ്, അത്യന്തം സുഖദായകമാണ്.
നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നമുക്ക് സർവ്വ സുഖങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, നമുക്ക് ഉദ്യോഗലബ്ധിക്ക് വേണ്ടി, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുക. അതോടൊപ്പം തന്നെ ശ്രീ ഹനുമത് പഞ്ചരത്നവും കൂടി ജപിക്കേണ്ടതാണ്. ഏറ്റവും ഉത്തമമാണ് ഇത്. ബീധാഖില വിഷേച്ചം ജാതാനന്ദാശ്രു പുളകമത്യച്ഛം സീതാപതി ദൂതാദ്യം വാദാത്മജം അദ്യഭാവേ ഹൃദ്യം തരുണാരുണം മുഖകമലം കരുണാരസ പൂരപൂരിതാപാംഗം സഞ്ജീവനാശാസേ മഞ്ജുള മഹിമാം അഞ്ജനാഭാഗ്യം. ശംബരവൈരി ശരാതി അംബുജ ദള വിപുലലോചനാധാരം കമ്പുകളമനിലദിഷ്ടം ബിംബജ്വലിതോഷ്ടമേഘമവലംബേ ദൂരീകൃത സീതാർത്ഥി പ്രകടീകൃത രാമവൈഭവസ്ഫൂർത്തി ദാരിത ദശമുഖകീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. വാനരനികരാധ്യക്ഷം ദാനവകുല കുമുദ രവികര സദൃശം ദീനജനാവനദീക്ഷം പവനതവ പാകപുഞ്ചമദ്രാക്ഷം ഏതത് പവനസുതസ്യ സ്തോത്രം യ പഴതി പഞ്ചരത്നാഖ്യം ചിരമിഹില നിഖിലാൻ ഭോഗാൻ മുക്ത്വാ ശ്രീരാമ ഭാഗ്ഭവതി. അപ്പോൾ ഇവിടെ ഹനുമാൻ ചാലിസ എന്നൊരു പുസ്തകത്തെ കൂടെ പരിചയപ്പെടുത്തി. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയെ കൂടുതൽ കൂടുതൽ സ്തുതിക്കാനിട വരട്ടെ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇവിടെ ഹനുമാൻ ചാലിസ പഠനം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം. അതോടൊപ്പം തന്നെ ഇനി പുതിയൊരു ഗ്രന്ഥ പരിചയവുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.